ചലച്ചിത്ര താരം ജിഷ്ണു രാഘവൻ അന്തരിച്ചു. ക്യാൻസർ ബാധിതനായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മലയാളത്തിൽ 25ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച ജിഷ്ണുവിൻ്റെ അവസാന മലയാള ചിത്രം ആൻ അഗസ്റ്റിൻ നായികയായ റബേക്ക ഉതുപ്പ് കിഴക്കേമലയാണ്. ട്രാഫിക്കിൻ്റെ ഹിന്ദി പതിപ്പിലും അഭിനയിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും ഉമേഷ്, ഞങ്ങളുടെ പ്രതിനിധി, വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, ഏറെ നാളായി ജിഷ്ണു ചികിത്സയിലായിരുന്നു. നമുക്കൊക്കെ അറിയാം, സോഷ്യൽ മീഡിയയിലടക്കം അദ്ദേഹത്തിൻ്റെ വിവരങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുമുണ്ടായിരുന്നു. എന്താണ് ഇന്ന്, എങ്ങനെയായിരുന്നു സംഭവം, എന്തൊക്കെ വിശദാംശങ്ങൾ? ജിംഷാദ്, ഇന്ന് രാവിലെ 8:15 ജിഷ്ണുവിന്റെ അന്ത്യം സംഭവിച്ചത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദീർഘനാളായി അദ്ദേഹം അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയായിരുന്നു ചികിത്സയിലായിരുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി അദ്ദേഹം ഇന്റൻസീവ് കെയർ യൂണിറ്റിലായിരുന്നു. ഇന്ന് രാവിലെയോടെ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് 8:15 അന്ത്യം സംഭവിക്കുകയായിരുന്നു. മരണസമയത്ത് നടനും അച്ഛനായ രാഘവൻ സമീപത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ആശുപത്രിയിൽ തന്നെയാണുള്ളത്. അല്പസമയത്തിനകം പുറത്തേക്ക് ഇറക്കും. കാര്യമായ പൊതുദർശനം ഉണ്ടാവില്ല എന്ന സൂചനയാണ് ഉള്ളത്. അതുപോലെ സംസ്കാരം സംബന്ധിച്ചും കൃത്യമായ ഒരു വ്യക്തത പക്ഷേ കൊച്ചിയിൽ തന്നെ ആയിരിക്കും സംസ്കാരം എന്നും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ആശുപത്രിയിൽ നടൻ മമ്മൂട്ടി അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. നടൻ മമ്മൂട്ടി, സുരേഷ് കൃഷ്ണ, സംവിധായകൻ രഞ്ജിത്ത്, സംവിധായകൻ കമൽ തുടങ്ങിയവരെല്ലാവരും തന്നെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം പുറത്തേക്ക് ഇറക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 2002 പുറത്തിറങ്ങിയ കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് ജിഷ്ണു മലയാള സിനിമയിലേക്ക് എത്തിയത്. തുടർന്ന് 20ഓളം ചിത്രങ്ങളിൽ ജിഷ്ണു അഭിനയിച്ചിട്ടുണ്ട്. IT മേഖലയിലായിരുന്നു ജിഷ്ണു ഉണ്ടായിരുന്നെങ്കിലും, IT മേഖലയിൽ ജോലി ചെയ്യുകയായിരുന്നെങ്കിലും ഇതിനിടയ്ക്കാണ് ഇത്തരത്തിൽ മലയാള സിനിമയിൽ അഭിനയിച്ചത്. ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് പല സിനിമകളും 4ഓളം സിനിമകൾ റിലീസ് ചെയ്തിട്ടില്ല. എന്തായാലും ഇന്ന് രാവിലെയാണ് 8:15 അദ്ദേഹം അന്തരിച്ചത്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം പുറത്തേക്ക് ഇറക്കുമെന്നാണ് അറിയുന്നത്. അതായത് ഉമേഷ്, ആദ്യത്തെ ക്യാൻസർ ഇതിനെ അതിജീവിച്ചതാണ്. പിന്നീട് രണ്ടാമതും അദ്ദേഹത്തിന് വീണ്ടും കാണപ്പെടുകയായിരുന്നു ക്യാൻസറിൻ്റെ അവശിഷ്ടം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ. പിന്നീടുള്ള ചികിത്സയ്ക്ക് ഇടയിലാണോ എപ്പോഴാണ് ഈ രോഗം മൂർച്ഛിക്കുന്നതും അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷം ആ മരണസമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് കൂടി പോയാൽ? ജിംഷാദ്, ഞാൻ സൂചിപ്പിച്ചതുപോലെ ദീർഘനാളായി അദ്ദേഹം അർബുദബാധിതനായിരുന്നു. ഇതിനിടെ രോഗം കൂടുകയും കുറയുകയും അത്തരത്തിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വളരെ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യം ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെയാണ് അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. 8:15 തന്നെ ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മരണസമയത്ത് അച്ഛൻ രാഘവൻ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. 35 വയസ്സാണ് ജിഷ്ണുവിന് ഉള്ളത്. ഇപ്പോൾ ആശുപത്രിയിലേക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായി മമ്മൂട്ടി അടക്കമുള്ള നടന്മാർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. നടൻ ജഗദീഷ്, സംവിധായകരായ കമൽ, രഞ്ജിത്ത് അടക്കമുള്ളവരെല്ലാവരും തന്നെ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം പുറത്തേക്ക് ഇറക്കും. ഇപ്പോൾ ആശുപത്രിയിൽ തന്നെ ഒരു ചെറിയ ഹാളിൽ, വളരെ ചെറിയൊരു ഹാളിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം വെച്ചിരിക്കുകയാണ്. വളരെ അടുത്ത ബന്ധുക്കളും അതുപോലെ പ്രധാനപ്പെട്ട ജിഷ്ണുവുമായി അടുത്ത നടന്മാരും സിനിമാ മേഖലയിലുള്ളവരുമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുന്നത്. ജിംഷാദ്, ഒരുപക്ഷെ നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ജിഷ്ണുവിൻ്റെ അച്ഛനും പ്രമുഖ നടനുമായ രാഘവൻ, ഒപ്പം സംവിധായകൻ കമൽ, നടൻ മമ്മൂട്ടി അടക്കമുള്ളവർ, സിനിമാ ലോകത്തുള്ളവർ അടക്കം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ, അദ്ദേഹത്തെ അവസാനമായി കാണാനായി എത്തുകയാണ്. ഈ മൃതദേഹം എവിടൊക്കെയാണ് പൊതുദർശനത്തിൽ വെക്കുക? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ജിംഷാദ്, അത് സംബന്ധിച്ചാണ് ഒരു വ്യക്തത വരാനുള്ളത്. കാര്യമായ ഉണ്ടാകില്ല എന്ന സൂചനയാണ് ഉള്ളത്. എങ്കിൽ തന്നെയും ഇപ്പോൾ ആശുപത്രിയിൽ വേണ്ടപ്പെട്ടവർക്കായി അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്കായി ഇത്തരത്തിൽ ജിഷ്ണുവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ ഇന്ന് തന്നെ സംസ്കാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചനയുള്ളത്. കൊച്ചിയിൽ തന്നെ ആയിരിക്കും എന്നാണ് സൂചനയുള്ളത്. ഒരുപക്ഷെ എടപ്പള്ളിയിലോ അല്ലെങ്കിൽ കൊച്ചി രഘുവരം ശ്മശാനത്തിലോ ആയിരിക്കും സംസ്കാരം എന്നാണ് അറിയുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരാനുണ്ട്. ജിംഷാദ്, പൊതുദർശനത്തെ സംബന്ധിച്ച് ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങളുണ്ടോ? എവിടൊക്കെയാണ് ഇനി പൊതുദർശനം വെക്കുക? അത്തരത്തിൽ
അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു പക്ഷേ ചങ്ങമ്പുഴ സ്മാരകത്തിലായിരിക്കും പൊതുദർശനം. അത് ഒരു വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ ആശുപത്രിയിൽ തന്നെയാണ് ചെറിയ തോതിലുള്ള ഒരു പൊതുദർശനമുള്ളത്. വലിയ രീതിയിൽ ഒരു പൊതുദർശനം വേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ബന്ധുക്കളുള്ളത്. എങ്കിൽ തന്നെയും അല്പസമയത്തിനകം തന്നെ അതിൽ ഒരു വ്യക്തത വരുത്താനാകും. അതായത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആശുപത്രിയിലേതാണോ? ഇപ്പോഴും ആശുപത്രിയിലാണോ ജിഷ്ണുവിനെ? അതെ അജിൻഷ, അതെ, ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണുള്ളത്. ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്ന് ഇറക്കി ഇപ്പോൾ ആശുപത്രി തന്നെ ചെറിയൊരു മുറിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ഉള്ളത്. ആംബുലൻസ് ഉൾപ്പെടെയുള്ളവ പുറത്ത് തയ്യാറായിട്ടുണ്ട്. ഇത് നേരെ സംസ്കാര സ്ഥലത്തേക്കാണോ അതോ മറ്റെവിടെയെങ്കിലും പൊതുദർശനം വെച്ച് ഒരുക്കുന്നുണ്ടോ എന്ന് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ ആശുപത്രിയിൽ തന്നെ ഒരുക്കിയ ചെറിയ ഒരു മുറിയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം വെച്ചിരിക്കുന്നത്. അവിടെയാണ് മമ്മൂട്ടി അടക്കമുള്ള നടന്മാർ, ജഗദീഷ് അടക്കമുള്ള നടന്മാർ എത്തി ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കുന്ന അത് കാണുന്നത്. അതായത് വളരെ ഞെട്ടലോടുകൂടിയാണ് ഒരു പക്ഷേ സിനിമാ ലോകം ജിഷ്ണുവിൻ്റെ രോഗവിവരം തന്നെ ഒരു പക്ഷേ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ മറ്റു ലോകവും നമ്മളെപ്പോലുള്ള സാധാരണക്കാരും ഒക്കെ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്ര പെട്ടെന്നുള്ള ഒരു വിയോഗം ഒരു പക്ഷേ വളരെ ഞെട്ടലോടുകൂടിയാകും മലയാള സിനിമയും അല്ലെങ്കിൽ കേരളവും ഏറ്റെടുക്കുക. യുവാവ് അല്ലെങ്കിൽ യുവനടൻ എന്നതിനപ്പുറത്തേക്ക് സ്വഭാവത്തിലെ വിനയം കൊണ്ടുകൂടി മലയാളികളെ കീഴടക്കിയ ഒരു വ്യക്തിയാണ് ജിഷ്ണു, അല്ലേ ഉമേഷ്? തീർച്ചയായും വളരെ യുവാവായിരിക്കുമ്പോൾ തന്നെ അന്ത്യം സംഭവിക്കുന്നു എന്ന വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് ഉള്ളത്. അത് ഞെട്ടലോടെ തന്നെയാണ് സിനിമാ ലോകം കേട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഇപ്പോൾ ആശുപത്രിയിലേക്ക്, വളരെ പ്രധാനപ്പെട്ട ജിഷ്ണുവുമായി അടുത്ത് നിൽക്കുന്നവരെല്ലാവരും തന്നെ ആശുപത്രിയിലേക്ക് വളരെ ദുഃഖത്തോടെ തന്നെ വന്നെത്തുകയാണ്. 35 വയസ്സ് മാത്രമാണ് ജിഷ്ണുവിന് പ്രായം ഉള്ളത്. അർബുദബാധിതനാണ് എന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ജിഷ്ണു തന്നെ വളരെ സജീവമായിരുന്നു. അദ്ദേഹത്തിന്റെ അസുഖവിവരം ഉൾപ്പെടെ ഏകദേശം 3 ദിവസങ്ങൾക്ക് മുമ്പ് വരെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. താൻ ICUലാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജിഷ്ണു തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു.